ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സച്ചിയുടെ രേവതിയുടെ വിവാഹ വാർഷികത്തിനോടനുബന്ധിച്ച് ലക്ഷ്മിയും ദേവും കൂടാതെ മഹിമയും അശോകനും എല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലേ. വിവാഹ വാർഷികം വളരെയധികം ഭംഗിയോടുകൂടി നടത്തുന്നുണ്ടെങ്കിലും അതിനിടയിൽ തന്നെ മഹിമ തൻ്റെ പണത്തിൻ്റെതായ എല്ലാ ഹുങ്കും അവിടെ കാണിക്കുന്നുണ്ടല്ലേ. താനൊരു സെൻട്രൽ എ സി കൊണ്ട് വീട്ടിൽ ഫിറ്റ് ചെയ്ത് തരാൻ മാത്രമല്ല റൂം കൂട്ടിയെടുക്കാണ്ട് താൻ സഹായിക്കാം എന്നൊക്കെ മഹിമ പറയുന്ന സമയത്ത് അതൊന്നും വേണ്ട എന്ന് രവി പറയുന്നുണ്ട്. എന്നാൽ രവിയുടെ സംസാരം ചന്ദ്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല അല്ലേ. ഇതുകൂടെ തന്നെ മഹിമ രേവതിക്ക് കൊടുക്കുന്ന സമ്മാനം അത് രേവതി അതുപോലെ തന്നെ വർഷയുടെ കൈകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ മഹിമയ്ക്ക് ഒരു തിരിച്ചടി പോലെ കിട്ടുകയാണ്. അങ്ങനെ മഹിമ യാത്രയും പറഞ്ഞ് വീട്ടിൽ നിന്നൊക്കെ പോകുന്നുണ്ട്. പിന്നീടാണ് നമ്മുടെ വർഷയെ തന്നെ പറയുന്നത് സച്ചിനെ പറ്റി രേവതി ചേച്ചിനെ പറ്റി ഓരോരുത്തരുടെ അഭിപ്രായം പറയുന്ന സമയത്ത് ശ്രുതിയും വളരെ മോശമായ രീതിയിൽ തന്നെയാണ് സച്ചിയെക്കുറിച്ച് പറയുന്നത് അല്ലേ. എന്നാൽ പിന്നീട് നമ്മുടെ അച്ഛമ്മയും രവിയും എല്ലാം തന്നെ വളരെ മനോഹരമായി തന്നെ സച്ചിയെ പറ്റി പറയുന്നുണ്ട്. അതുകൂടാതെ ചന്ദ്രയോട് ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര കുറ്റപ്പെടുത്തുന്ന രീതിക്കാണ് രേവതിനെ കുറിച്ച് സംസാരിക്കുന്നതെങ്കിലും സംസാരത്തിന് ഒടുവിൽ തന്നെ രേവതിയുടെ നന്മകളെ കുറിച്ച് മാത്രം ചന്ദ്ര സംസാരിക്കുക. അതേ സമയത്ത് ശ്രുതി ചന്ദ്രയെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രയുടെ വിചാരം എന്ന് പറഞ്ഞാൽ താൻ പറയുന്ന വാക്കുകളെല്ലാം തന്നെ രേവതിയെ നന്നായി വേദനിപ്പിക്കുന്നുണ്ടെന്നാണ് കേട്ടോ. എന്നാൽ ചന്ദ്രയുടെ സംസാരം കേട്ടതിന് ശേഷം ശ്രീകാന്ത് ഒന്ന് ചന്ദ്രയ്ക്ക് കൈ കൊടുക്കുന്ന സമയത്താണ് എന്താണ് ഇവിടെ സംഭവിച്ചതെന്നറിയാതെ തന്നെ ചന്ദ്ര വായും പൊളിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവാഹ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്ന ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിയുടെയും പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് സച്ചിൻ മുഖേന തന്നെ ശ്രുതിയും സ്വന്തമാക്കുന്നുണ്ട്. അതിന്റെ പേര് നമ്മുടെ ചന്ദ്രയുടെ പേരിടണമെന്ന് സച്ചിൻ നിർബന്ധമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഷോപ്പ് ഉദ്ഘാടനത്തിന് സമയമാവുന്ന സമയത്ത് പല സെലിബ്രിറ്റികളോടായിട്ട് താൻ കട ഉദ്ഘാടനം ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ശ്രുതി പറയുന്ന സമയത്ത് ചന്ദ്രയുടെ മുഖഭാവം വേഗം വല്ലാതാവട്ടെ. ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട് എന്തിനാണ് വലിയ സെലിബ്രിറ്റികളൊക്കെ വിളിച്ച് വെറുതെ പൈസ കളയുന്നത്. നമുക്ക് എപ്പോഴും നമ്മുടെ അമ്മയും അതുപോലെ അച്ഛമ്മയും എല്ലാവരും തന്നെയല്ലേ, ഒന്നില്ലെങ്കിൽ അച്ഛമ്മയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുക അല്ലെന്നാണ് അമ്മയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്ര ഒരു പ്രത്യേക രീതിക്ക് തന്നെ സച്ചിയെ നോക്കണ്ട. കാരണം ചന്ദ്രയുടെ ഉള്ളിൽ താൻ തന്നെ കട ഉദ്ഘാടനം ചെയ്യണമെന്നൊരു ആഗ്രഹം അത് സച്ചി അറിഞ്ഞ രീതിയിൽ തന്നെ സച്ചി പെരുമാറുകയാണ്. ആ സമയത്ത് വല്ലാത്തൊരു സ്നേഹവും അതുപോലെ തന്നെ ഒരു പ്രത്യേകതര അടുപ്പത്തോടുകൂടി തന്നെ സച്ചിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ചന്ദ്ര. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വലിയ താമസമില്ലാതെ തന്നെ കാണാൻ മിക്കവാറും അടുത്ത ആഴ്ചയോടെ തന്നെ കാണാൻ സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.